നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണം തൻ്റെ മനസ്സമാധാനം നഷ്ടമായി എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓഹരികൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള ശ്രമത്തിലാണ് ഭാര്യയും. അത് ആരും വാങ്ങിക്കാത്തത് കൊണ്ടാണ് അത് ഇപ്പോൾ വിൽക്കാൻ കഴിയാത്തത് എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. എന്നാൽ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും ജയരാജൻ വ്യക്തമാക്കുന്നു. ഓഹരികൾ വിറ്റുതീർന്നാൽ വിവാദം തീരുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, ഈ ഇ.പി. ജയരാജനെ അനാവശ്യമായി വിവാദങ്ങളിൽ കുടുക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. ശ്രീ ബാലകൃഷ്ണൻ എന്ത് കരുതുന്നു? നമസ്കാരം സാർ. നമസ്കാരം. ഇതൊരു ചക്കളത്തി പോരാട്ടമാണ് സാർ. കേൾക്കാമോ സാർ? കേൾക്കുന്നു. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, വിവാദത്തിലായ ഒരു കമ്പനിയുടെ ഓഹരി ആരെങ്കിലും മേടിക്കാൻ തയ്യാറാവോ? അപ്പോ ഇ.പി. ജയരാജൻ ഇത് വിൽക്കേണ്ടിയിട്ട് പറയുന്നതല്ല, ഓഹരി ഒഴിവാക്കേണ്ടിയിട്ട് പറയുന്നതല്ല. ഇവർ രണ്ടു കൂട്ടരും ഒത്തിട്ടുള്ളൊരു കളിയാണിത്. കാരണം ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇവര് ചക്കളത്തി പോരാട്ടം നടത്തിയാൽ ഇൻ കേസ് രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷയാണ്. ബി.ജെ.പി. ജയിക്കും എന്നുള്ളൊരു ധാരണയിലേക്ക് ഇവർ രണ്ടു കൂട്ടരും എത്തിയിരിക്കുന്നത്. അപ്പൊ അവസാന നിമിഷം ഇവർ രണ്ട് കൂട്ടരും ഐ.എ. മുന്നണിയുടെ ഒരു തന്ത്രമാണിത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവർ രണ്ടാളും കളിക്കുന്ന ഒരു ചക്കളത്തി പോരാട്ടമാണ്. അതുകൊണ്ടൊന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പരാജയപ്പെടൂല. അല്ല, ഈ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേരും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നീങ്ങുന്നതെന്നാണ് കോൺഗ്രസ് ആണ് ആരോപിക്കുന്നത്. അല്ലല്ല, അത് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം കളിക്കുന്നതാണ്. ഇവർ തമ്മിൽ ഒത്തിട്ട് കളിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തുന്നത്. ഇവരെ സംബന്ധിച്ച് ആര് ജയിച്ചാലും തോറ്റാലും 20 എംപിമാർ പാർലമെന്റിൽ ഐ.എ. ആണ്. രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താനാവോ എന്നുള്ള വി.ഡി. സതീശന്റെയും ഇ.പി. ജയരാജന്റെയും ഇടതുപക്ഷ മുന്നണിയുടെ കുബുദ്ധിയാണിത്. അതുകൊണ്ടൊന്നും രാജീവ് ചന്ദ്രശേഖരൻ തോക്കുകയില്ല. ബി.ജെ.പി. ഒരിടത്ത് മാത്രമല്ല, ഇവരൊക്കെ എല്ലാം ഒരേ ബിസിനസ് പങ്കാളികളല്ലേ? പിന്നെ ഇതിൽ അവർ തമ്മിൽ അങ്ങനെ മത്സരിക്കുവോ? ആര് ബിസിനസ് പങ്കാളി? രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് പങ്കാളിയാണോ എന്ന് തെളിഞ്ഞോ? അല്ല, അദ്ദേഹത്തിനല്ലേ ഇപ്പൊ നിരാമയ അദ്ദേഹത്തിന്റെ റിസോർട്ടല്ലേ? ആ സ്ഥാപനമല്ലേ ഇ.പി. ജയരാജന്റെ സ്ഥാപനം ഏറ്റെടുത്തിരിക്കുന്നത്? അപ്പൊ അവരൊരു കരാറില്ലേ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. കരാർ, അത് ബിസിനസ് കരാർ, അത് ബിസിനസ് കരാറായിരിക്കാം. പക്ഷെ അതൊരു അപവാദമാക്കി ഇപ്പം അപവാദമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അവരെല്ലാം ഒരേ വ്യവസായം ഒരുമിച്ച് ചെയ്യുന്നവരല്ല. ഇത് ഇടതുപക്ഷ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉള്ള ഒരു ചക്കളത്തി പോരാട്ടമാണ്. രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്താമെന്നുള്ള പരിശ്രമം അത് നടക്കാൻ പോകുന്നില്ല. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെ LDF കൺവീനർ ഇ.പി. ജയരാജൻ ഇന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇരിക്കുന്ന വ്യാജ ചിത്രം പ്രചരിപ്പിച്ചു എന്നാണ് വി.ഡി. സതീശനെതിരെയുള്ള ആരോപണം. അതിന് പിന്നിൽ വി.ഡി. സതീശനാണെന്നും ഇ.പി. ജയരാജൻ പറയുന്നു. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് പറയാനുണ്ട് ഈ വിവാദത്തിൽ? നമസ്കാരം. നമസ്കാരം. ഇനി നമ്മള് ഒരു 38 ദിവസം ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എനിക്കുള്ള അതിശയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിച്ചിരി സമയം തന്നെ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ 72 വയസ്സുള്ള ആളാണ്. കൊച്ചിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസവും അതിനുവേണ്ടി നല്ലൊരു കാലയളവ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പിന്നെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് കട്ടൻ ചായ, പരിപ്പുവട, ദിനേശ് ബീഡി ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പം കോടികളുടെ കണക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. കോടികളുടെ വ്യവസായം, കോടികളുടെ. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എല്ലാ കാലത്തും പാവങ്ങളെ തന്നെ ഇരിക്കണമെന്നുണ്ടോ? അവർക്ക് ജോലിയൊക്കെ കിട്ടി. അവരുടെ ഇ.പി. പറഞ്ഞത് ഭാര്യയുടെ റിട്ടയർമെന്റ് ഫണ്ടല്ലേ എടുത്ത് വിനിയോഗിച്ചു എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കുടുംബവും കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെയുള്ളവർ ഇപ്പൊ ആ ലെവലിൽ ജീവിക്കണമെന്ന് നമ്മളാരും പറയില്ല. ഇപ്പൊ അതൊക്കെ കാലഘട്ടപ്പെട്ടു പോയി. കട്ടൻ ചായയുടെയും പരിപ്പുടയുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോഴും കൊടിയും പിടിച്ച് ഭഗവായും പിടിച്ച് മുദ്രാവാക്യം പിടിച്ച് തല്ലാനും കൊല്ലാനും നടക്കണം പാവപ്പെട്ടവനും കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ കോടികളുടെ ബിസിനസ് ചെയ്യുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിശയപ്പെടുന്ന കാര്യമാണിത്. കോൺഗ്രസ്സുകാർക്കോ ബി.ജെ.പിക്കാർക്കോ എന്നും പറയാം, കോടികളുടെ കണക്കും പറയാം, ബിസിനസിന്റെ കാര്യം ഇല്ലെന്നാരും പറയുന്നില്ലല്ലോ. ഈ ദൈവം ഇതെന്ന് അതിന്റെ പേര്. ഇങ്ങനെ ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ട്? ഇതിന്റെ
നിയമവ്യവസ്ഥ, പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് ബിസിനസ് തുടങ്ങിയ ഒരു മകള്. പിന്നെ അങ്ങനെ ഈ കോടികളുടെ ബിസിനസിന്റെ കണക്കല്ലേ കേൾക്കാനുള്ള സഹോദര. അതാണ് അതിശയപ്പെടുന്നത്. എന്നിട്ട് പറയുന്നത് മറ്റേ ചെഗ്വേരയുടെയും മറ്റേ സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ ഇപ്പൊ. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇവരാരും ഒന്നുമില്ല, ഇവരെല്ലാം കോടീശ്വരന്മാരാണ്. ശ്രീ ശശിധരൻ, മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് താങ്കൾക്ക് മതിയായ സമയം ലഭിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനോഹരൻ വിളിക്കുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ മനോഹരൻ, കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, മനോഹരൻ കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ മനോഹരൻ ഹലോ, കേൾക്കാമോ? ഞാൻ മനോഹരനല്ല, മനോജാണ് എന്റെ പേര്. മനോജാണ്. അതെ, ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. കോട്ടയം പ്രോപ്പർ കോട്ടയമാണ്, ടൗണിൽ നിന്നാണ്. അതെ അതെ അതെ. ഇവിടെ ഈ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അവിടെ ആയോ? കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുകയാണല്ലോ ഒരു വലിയ കാലയളവിന് ശേഷം. അതെ അതെ അതെ. ഈ മനോജ് ഈ പൊതുരംഗത്തൊക്കെ ഉണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടോ? ക്യാമ്പയിനിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? അതെ, ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നിന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയം നമുക്ക് ഒരു സാധാരണക്കാർക്ക് ഒരിക്കലും പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിന് എന്ത് പറ്റി? അല്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ നോക്കുമ്പോൾ ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് EP പറയുന്നതിൽ ശ്രീ മനോജിന് എന്ത് തോന്നുന്നു? ഈ ഓഹരി വിറ്റാൽ വിവാദം തീരുമോ എന്നാണ് നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ. അത് തീരില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ ജയരാജൻ എന്ന് പറയുന്ന ആള് CPM-ന്റെ കൺവീനർ അല്ല, LDF-ന്റെ കൺവീനറാണ്. ഇവിടെ കൃത്യമായി ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള അതേ നിലപാട് ഇടതുപക്ഷം തുടരണം. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു വിവാദത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു മാതൃകാപരമായ രീതിയിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനം മാറിയാൽ ഒരുപക്ഷെ ജനങ്ങളുടെ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കാൻ സാധിക്കും. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ ഉണ്ടോ? അതോ ചൂട് കാരണം? നമസ്കാരം സാറേ. പ്രചാരണ രംഗത്തുണ്ടോ ശ്രീ മുഹമ്മദ്? നമ്മളെ പാർട്ടി ജയിക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടി എന്നാൽ കഴിയാവുന്ന ചെയ്യുന്നുണ്ട് സാറേ. ആണോ? പ്രചരണ രംഗത്തൊക്കെ ആളുകളോടൊക്കെ പറഞ്ഞ് പാർട്ടിക്ക് പരമാവധി വോട്ട് ശേഖരിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഏതായാലും ആ തിരക്കിനിടയിലും പൊതുവേദിയിൽ വിളിച്ച് പൊതു അഭിപ്രായങ്ങൾ കേൾക്കാനും പറയാനും സമയം കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷം. ഈ EP ജയരാജൻ കുടുങ്ങിപ്പോയിരിക്കുകയാണോ ശ്രീ മുഹമ്മദ്? ശ്രീ മുഹമ്മദ് കേൾക്കാമോ? കേൾക്കാം സാറേ, പറയാം. എന്താണ് ശ്രീ EP ജയരാജന് എന്താണ് പറ്റിയത്? അദ്ദേഹത്തെ അത് സാറേ, ആദ്യമായിട്ട് നമ്മളെ മാന്യ VD സതീശൻ സാറിനെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണം. ഒരു പെണ്ണിനെയാണ് തല വെട്ടിയിട്ട് ഇരുത്തിയത്, അതും പരിചയമില്ലാത്ത ഒരാളെ എടുത്ത് കൊണ്ടുപോയിട്ട്. അപ്പൊ അതേമാതിരി മറ്റു പലതുമൊക്കെ ഇപ്പൊ തലയെ വെട്ടിയിട്ടുള്ളൂ, വേറുള്ളതൊക്കെ കാണുമല്ലോ. അപ്പൊ ആദ്യമായിട്ട് അയാളെ പേരിൽ കേസെടുക്കണം, ശിക്ഷിക്കണം. പിന്നെ ഈ കൊയിന്തും പറഞ്ഞുകൊണ്ട് ഇറക്കുകയാണ്. അയാളെ ഭാര്യ അയാളെ പെൻഷൻ കിട്ടിയതും ഗ്രാറ്റുവിറ്റി കിട്ടിയതും മറിച്ചൊക്കെ എടുത്ത് ഉണ്ടാക്കി അതിൽ ഷെയർ കൂടിയതാ. അതിലേറെ വലുത് ഇവിടെ പുനർജനിയില് നല്ലോ പാസ്സാക്കി കുത്തിരിക്കുക. പാസ്സാക്കിയിട്ട് വീടുണ്ടാക്കാൻ നടന്നിട്ട് വീടൊക്കെ മറ്റേ സ്പോൺസർ ചെയ്യിച്ചിട്ട് ബാക്കിയുള്ള കായ് എന്താണെന്നുള്ളത് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനും AD അന്വേഷിക്കും വേണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രവീൺ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പ്രവീൺ കുമാർ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഞാൻ കാസർഗോഡ് നിന്നാണ് സാർ വിളിക്കുന്നത്. കാസർഗോഡ് എവിടെ നിന്നാണ്? കാസർഗോഡ് പനത്തടി എന്ന് പറയും. ശ്രീ പ്രവീൺ കുമാർ എന്ത് ചെയ്യുന്നു? സാർ ഞാൻ വർക്ക് ചെയ്യാണ്. എന്ത് വർക്ക്? ഞാൻ ഹോട്ടൽ മേഖല വർക്ക് ചെയ്യുന്നതാണ്. ശരി. അപ്പോ ഇവിടെ ഈ നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് ഉച്ചയൊക്കെ വിശ്രമമാണോ? എന്തോ? നോമ്പുകാലമായതുകൊണ്ട് ഉച്ചക്ക സമയത്തൊക്കെ തിരക്ക് കുറവായിരിക്കും അല്ലേ ഹോട്ടലുകൾ? അതെ അത് തന്നെയാണ്. ഏതായാലും അതുകൊണ്ട് പൊതുവേദി കാണാനും വിളിക്കാനൊക്കെ സമയം കിട്ടി. ബിസിനസ്മാൻ തന്നെയാണ് EP ജയരാജൻ എന്ന് പറഞ്ഞ ഒന്നാമതരം ബിസിനസ്മാൻ തന്നെയാണ്. ഒരു തെറ്റല്ലല്ലോ, അദ്ദേഹം ബിസിനസ് ചെയ്യുന്നോണ്ട് വല്ല തെറ്റുണ്ടോ? അല്ല, ബിസിനസ് ചെയ്യുന്നത് തെറ്റില്ല, പക്ഷെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ? അല്ല, അദ്ദേഹം പക്ഷെ പറയുന്നത് ഭാര്യയാണ് ഭാര്യയാണെങ്കിലും അതിനകത്ത് പുള്ളി പറയണ്ടേ? അല്ല, ഭാര്യയാണെന്ന് പറയുന്നുണ്ട്, ഭാര്യക്ക് നിക്ഷേപമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വ്യക്തമാണ്. ഭാര്യയ്ക്ക് 81.99 ലക്ഷം രൂപയുടെ
ഓഹരികളുണ്ട്, മകന് 10 ലക്ഷം രൂപയുടെ ഓഹരിയുണ്ട്. അങ്ങനെ മൊത്തം 9,199 അതിനപ്പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ബക്കളം എന്ന സ്ഥലത്ത് സമയം സാജൻ കൊല്ലപ്പെട്ടതുമായിട്ട് നിങ്ങൾക്ക് അറിയാവോ? അറിയാം. സാജന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ള. അതിന് സാജൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. എന്നോട് സംസാരിക്കൂ. അല്ലാണ്ട് അത് കുറ്റമൊന്നുമല്ല സാർ. സത്യം പറഞ്ഞാൽ വി ഡി സതീശൻ ഒരു ഇതായ പൊള്ളയ ആരോപണം ഉന്നയിക്കുന്ന ഒരു നേതാവല്ല വി ഡി സതീശൻ. അയാള് കൃത്യം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിക്കുക എന്നതുകൊണ്ടാണ് ഇത് സംസാരിക്കാൻ കഴിയാത്ത. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രവീന്ദ്രൻ. ശ്രീ രവീന്ദ്രൻ ആലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രന് ഈ വി ഡി സതീശൻ ഉന്നയിച്ച ഈ ആരോപണത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇവർ തമ്മിൽ ഒരു ബിസിനസ് പങ്കാളിത്തമുണ്ടോ ശ്രീ രവീന്ദ്രൻ? ആദ്യമായിട്ട് ഈ നമ്മളെ നിഷ്കളങ്കനായ മുഹമ്മദിക്കയോട് എനിക്ക് എന്തോ ഒരു സഹതാപം തോന്നുകയാണ്. പാവന്നോളം മഞ്ചേരി അഭിപ്രായം പറയട്ടെ. അതെ പുള്ളിക്കാരനൊക്കെ വിചാരിക്കുന്നത് CPM എന്ന് പറയണതും CPM നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ളവരാണല്ലോ, പഴയവരൊക്കെ. അപ്പൊ അതുപോലെയാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നതാണ് അദ്ദേഹം ധരിച്ചു തിരിക്കുന്ന. സാറില്ല പോട്ടെ, നമുക്കത് വിടാം. ഈ വി ഡി സതീശൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ വി ഡി സതീശൻ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ വളരെ മോശമാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാര്യങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയത്തില് നേർവഴിയിലൂടെ പറയണം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് ഈ കമ്പനി അല്പം ഒന്ന് കൈമാറി പുള്ളി അതിൽ നിന്ന് ഊരാൻ ശ്രമിച്ചതാണ്. ഇവർക്ക് ഇത്രയും ഷെയറും അല്ല, ഇതൊന്നുമല്ല സംഭവം. ഇതെല്ലാം ഫുള്ളായിട്ട് ഇവരുടെ കുടുംബത്തിന്റെ തന്നെയാണ് ഈ വൈദേഹം എന്ന് പറഞ്ഞ സംഭവം. ഈ സംഭവം ഞാൻ പോയി കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒരിക്കൽ അവിചാരിതമായിട്ടൊന്ന് പോകാൻ പറ്റി. ഇതിലൊക്കെ അഴിമതിയുടെ ഒക്കെ കറകളാണ്. പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും BJP ലേശം പൊക്കി പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമുണ്ട്. അതാണ് ഈ BJP നല്ല സ്ഥാനാർത്ഥിയാണെന്നും BJPക്കാർ ജയിക്കുമെന്നും ഒക്കെ പുള്ളി പറഞ്ഞു പിടിപ്പിക്കുന്നത്. പക്ഷേ EP ജയരാജനെതിരായിട്ട് ഒരു നടപടി എടുക്കാൻ ഇപ്പൊ തൽക്കാലം CPM-ന് ധൈര്യമില്ല. കാരണം എന്താ വെച്ചാൽ കൺവീനർ ആയതുകൊണ്ടല്ല, പക്ഷെ വേറെ പല കാര്യങ്ങളും പൊളിയും. കാരണം എന്താ ചോദിച്ചാൽ സ്വപ്ന കേസ് വരെ പിണറായിയെ കുടുക്കിലാക്കാനുള്ള പല കാര്യങ്ങളും ഈ ജയരാജന്റെയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അതിന് ഒന്നും അനങ്ങാതെ CPM ഇരിക്കുന്നത്. പക്ഷെ CPM സാധാരണയാണെങ്കിൽ നടപടി എടുക്കേണ്ടതല്ലേ? 2-3 പ്രസ്താവനകളിലൂടെയും ഇപ്പൊ ഈ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ വി ഡി സതീശൻ ഇതൊക്കെ പടലപ്പടക്കം മാത്രമല്ലേ? അവരൊക്കെ ഒന്നു തന്നെയാണ്. ഈ വി ഡി സതീശനായാലും ഇവരെല്ലാം ഇതിനൊന്നും രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമില്ല. പിന്നെ ഇത് CPM-ന്റെ വൻ നേതാക്കളെല്ലാം മാറിപ്പോയി. അവരെല്ലാം ഞങ്ങളുടെയൊക്കെ വീടിനടുത്തൊക്കെ തന്നെ ചെറിയ പാർട്ടി പ്രവർത്തകർ പോലും ഒരു കോറിക്കാരുടെ ഇതൊക്കെ മേടിക്കുന്ന 2 കോടി മേടിച്ച ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ ആലത്തൂരിനടുത്ത് കണ്ണമ്പ്ര പഞ്ചായത്തിൽ. അതൊന്ന് സാറ് പറഞ്ഞ ഒരു പക്ഷെ ഞാൻ വൈരാഗ്യം കൊണ്ട് പറയാമെന്ന് വിചാരിക്കും. 2 കോടി. അയാള് കോട്ടയത്ത് നിന്ന് വന്നിവിടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ കോറി നടത്തിയ ആളാണ്. അയാൾ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് അയാൾ ഇട്ടിട്ട് പോയി അവസാനം. ഇപ്പൊ അവിടെ പച്ചക്കറി കൃഷി ചെയ്യുക, അതിന്റെ ഭാഗങ്ങളെല്ലാം കോറി അടഞ്ഞു കിടക്കുക. അതുപോലുള്ള പണികളൊക്കെ കാണിക്കുന്നേ. നല്ലവരാന്ന് ഇവർ ഭാവിക്കുക, അത്രേ ഉള്ളൂ. ജനങ്ങളത് മനസ്സിലാക്കിയാൽ കൊള്ളാം. വൻകിട അഴിമതികളാണ് CPM-ന്റെ താഴേക്കിടയിലുള്ളവർ നടത്തുന്നത്. ഇതാണ് സാറേ അതിന്റെ പ്രശ്നം. താങ്ക് യു. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഓച്ചറയിൽ നിന്ന് ശ്രീ മോഹനാണ്. ശ്രീ മോഹൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? പ്രവീൺ തിരുവനന്തപുരം എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രവീൺ. നമസ്കാരം. യെസ്, പ്രവീൺ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അയ്യോ, പ്രവീണല്ല, പ്രദീപാണ്. ഈ പരിപ്പുവട, കാജാബീഡി, കട്ടൻ ചായ, ദിനേശ് ബീഡി ഇതൊക്കെ വലിച്ചു നടന്ന കമ്മ്യൂണിസ്റ്റ് രാജാക്കന്മാരൊന്നും ഇപ്പം കേരളത്തിലില്ല. ഇവരൊക്കെ ഇപ്പം വമ്പൻ കോടീശ്വരന്മാരാണ്. അറിയോ? അല്ല, ആളുകൾ നന്നാകുന്നതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ട, അവരിപ്പോഴും ദരിദ്രരായിരിക്കണമെന്നാണ് പ്രദീപ്. ദരിദ്രരായിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സാധാരണ ഒരു ജോലിക്കാരൻ എത്രമാത്രം സമ്പാദിച്ചു കഴിഞ്ഞാൽ എത്ര കോടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അത് ഞാൻ ഇപ്പൊ എന്റെ തൊട്ടുമുമ്പ് പറഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഏരിയയുടെ ചുറ്റുപാട് നോക്കിയാൽ മതി. ഇപ്പൊ ദൂരെ ഒന്നും ഇവരെ നോക്കണ്ടെന്നേ. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്ന കുറെ ടീം ഈ ചെങ്കൊടി പിടിച്ചോണ്ട് നടന്നിട്ട് ഇപ്പൊ ഒരു 10-20 കൊല്ലം കൊണ്ട്, ഒരു 20 കൊല്ലം കൊണ്ട് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ വരുമാനം? എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയണം. അതിന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ്സുകാരന്മാരൊന്നും അങ്ങനെ സമ്പാദിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പാർട്ടി എവിടെ നിന്ന് ഇത്രയ്ക്കധികം സമ്പാദിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ പലർക്കും പല അഭിപ്രായം കാണുമായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിൽ ജനസംഖ്യ അനുസരിച്ച് എത്ര ശതമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെന്ന് ചോദിച്ചാൽ 0.5% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളുടെ എണ്ണം. എന്നാൽ 3640 കോടി രൂപ ഇവര് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതിന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇത്രയ്ക്ക് പണം എവിടെ നിന്നപ്പോ ഒരു മനസ്സിലാവില്ല ഈ പാർട്ടി. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ,
ഈ കേരളത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ ഭാര്യമാർക്കില്ല. അവരുടെ ഭാര്യമാരുടെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് റിസോർട്ട് തുടങ്ങാൻ പറ്റും, അത് വെച്ച് IT കമ്പനി തുടങ്ങാൻ പറ്റും. വമ്പൻ കാര്യമാണ്. ഈ ജെ.സി. തോമസ് എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ട്. ഈ ചെറുക്കൻ ഒരു കൊച്ചു വയലാണ്. SFIയുടെ ഒക്കെ കൊടി പിടിച്ച് DYFIയുടെ ഒക്കെ നടന്നിട്ട് 2.5 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഇതിൽ കാണിച്ച സാമ്പത്തിക ശേഷി. ഇത് ഇവിടെ നിന്നാണ് ഈ പണം. അപ്പൊ ഇലീഗലായിട്ട് ഉണ്ടാക്കുന്ന പൈസ അല്ലാതെ നേരായ മാർഗത്തിലൂടെ ഇവരുടെ കയ്യിലുള്ള പൈസ അല്ല, പല വിധത്തിലുള്ള അഴിമതിയും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്പം തലയ്ക്ക് ബുദ്ധിയുള്ളവർ ഈ പാർട്ടിയിലെ ആൾക്കാരെ വെറുക്കുന്നത്. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ദാസൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ, ഈ റിസോർട്ട് വിവാദം EPയെ ബാധിക്കുന്നതാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നതാണോ, അതോ BJPയെ ബാധിക്കുന്നതാണോ? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ഒരു നേതാവിന്റെ ജീവിതം എപ്പോഴും സുതാര്യമായിരിക്കണം. കോൺഗ്രസ്സുകാരെ BJPക്കാരും നമുക്ക് ഒഴിവാക്കാം, അവര് ബൂർഷകളാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, പാർലമെന്റ് മെമ്പറായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഒരു വീഡിയോ കണ്ടു. അയാൾ പറയുന്നത് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ ആർക്ക് എങ്ങനെ സാധിക്കും? എനിക്ക് 24,000 രൂപ ആകെ പെൻഷൻ കിട്ടുക, 4,000 രൂപ പാർട്ടിക്ക് ലഘു എടുക്കണം, പിന്നെ 21,000 രൂപ ഞാൻ എങ്ങനെ വീട് വാങ്ങും, എങ്ങനെ കാറ് വാങ്ങുമെന്ന് ചോദിക്കുന്ന അയാൾ. ആ സമയത്ത് ഈ EP ജയരാജനൊക്കെ അടക്കം നന്നായിട്ട് അറിയാം. കാരണം ഒരു കാലത്ത് ഈ വയൽ നികത്തിനെതിരായിട്ട് സമരം നടത്തുന്ന അതേ സമയത്ത്, വെട്ടുകല്ലിന് മിഷനെതിരായി സമരം നടത്തുന്ന അതേ സമയത്ത് പുള്ളി 6ഓളം ടിപ്പർ ലോറി നിരന്തരം മണ്ണിട്ട് വയലില്ലാവുന്ന പുള്ളി വീട് വെച്ചു. അന്നത്തെ കാലത്ത് ഏകദേശം കണക്ക് പേപ്പറിലൊക്കെ വന്ന് 25 ലക്ഷം രൂപ വീടാണ്. ഏതാണ്ട് ഒന്ന് 25 വർഷം മുന്നെയാണ്. അപ്പൊ ഇയാളൊന്നും ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അതെ, അത് ഇപ്പം മുമ്പത്തെ പുള്ളി പറഞ്ഞ പോലെ ഇവരെ ഭാര്യമാർക്കിൽ എന്തൊരു പെൻഷനാണ്. മറ്റേ പുള്ളിയുടെ ഭാര്യ പെൻഷൻ കൊണ്ടാൽ ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങി. ഇയാളെ ഈ KM ഷാജി പറയുന്നത് ഇവർക്ക് എന്തൊരു പെൻഷനായത്? ഈ പെൻഷൻ കുറച്ച് കുറക്കണോ? ഇത് ഭയങ്കര പെൻഷനല്ലേ ഇത്? ഇതെന്താ പെൻഷൻ? കമ്മ്യൂണിസ്റ്റ് നേതാക്കാൻ ഇങ്ങനെയല്ല പാടുന്നത്. ഇത് ഇവര് നാട്ടുകാർക്ക് കാണിച്ചു നോക്കണം. എന്നിട്ട് ഇവനെ ഇങ്ങനെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പാവപ്പെട്ട സാധാരണക്കാരുണ്ടല്ലോ എന്നാണ്. യെസ്, വളരെ വ്യക്തമാണ്. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. പൊതുവേദി തുടരുന്നു. കൊല്ലത്തു നിന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീരാജൻ. ശ്രീരാജൻ, ഈ രണ്ട് രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഇടപാടുകൾ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിഭയങ്കരമായ തെറ്റാ സാറേ. EP ജയരാജനെ കുനിച്ചു നിർത്തി പാപം ചെയ്യാത്ത BD സതീശന്റെ കയ്യിൽ ഒരു വാൾ കൊടുത്ത് കൊല്ലാൻ പറയണം. കാരണം BD സതീശനെ പോലെ നല്ലവനായ ഒരു വ്യക്തി ഇപ്പോ വെളിയിൽ പുറത്തെ രാജ്യത്തു നിന്ന് പിന്നെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി 18 കോടി പിരിച്ചു. അതിനകത്ത് 10 വീട് വെച്ചു കൊടുത്ത് ബാക്കി പോക്കറ്റിൽ താത്ത പാർട്ടി EP ജയരാജന്റെ കഴുത്ത് വെട്ടാൻ നടക്കുകയാണ്. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, അതിലൊരു തെറ്റുമില്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഇത് അങ്ങ് സമ്മതിച്ചാൽ പോലെ, ഞങ്ങൾക്ക് അറിയില്ല, കണ്ടില്ല എന്നൊക്കെ പരസ്പരം പറയേണ്ട വല്ല കാര്യമാണ്? അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഇന്ത്യ രാജ്യത്ത് ഒരു കേസും കാണത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ അമ്മയുടെ മോന്റെ 780 കോടി കണ്ടുകെട്ടിയില്ലേ ED? രാഹുൽ മോന്റെയും സോണിയ അമ്മായിയുടെയും. അവരാരും തെറ്റ് ചെയ്തില്ലേ സാറേ? 20,000 കോടി. പിന്നെ മറ്റൊരാൾ തെറ്റ് ചെയ്യുന്നത് നമുക്കൊരു തെറ്റ് ചെയ്യാനുള്ള ഒരു ന്യായീകരണമാണോ? ന്യായീകരണമല്ല, അത് ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെ ചിരിയും വർത്താനം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ 20,000 കോടി അദാനിക്ക് ലോൺ കൊടുത്തു, ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ. അത് 4 പ്രാവശ്യം പാർലമെന്റിൽ എണ്ണിട്ട് ചോദിച്ച നമ്മുടെ MP-മാരുണ്ട്, ഇടതുപക്ഷ MP-മാര്. അതിന് മറുപടി കൊടുത്തില്ല അവിടുത്തെ മാന്യന്മാര്. അതൊക്കെ രാജൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ ശക്തമായി രംഗത്തുണ്ടോ? ഞാൻ വിളിച്ചാൽ ഞാൻ പോകും. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഒരു 10-40 വർഷത്തെ പരിചയമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് 66 വയസ്സുണ്ട്. ഞാൻ ഇന്ത്യൻ കോൺസുലേറ്റിന് വേണ്ടി വർക്ക് ചെയ്ത ആളാ. ഇവിടുത്തെ മാന്യന്മാര് പലരെ എനിക്കറിയാം, കാരണവരും മുതല്. ഓരോരുത്തർ കാണിച്ച വൃത്തികേടുകള്, ഈ രാജ്യത്ത് കാണിച്ച വൃത്തികേടുകളുടെ എണ്ണി ഞാൻ പറയാം. ഏതായാലും പ്രചരണ രംഗത്ത് സജീവമാകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ വലതുപക്ഷത്തെയോ ഓരോരുത്തർ പറയുന്ന വർത്താനം കേൾക്കണം. 2 കോടി രൂപയ്ക്ക് അങ്ങേരെ ലോണും അത് ഇതുമൊക്കെ എടുത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഇട്ടു. അതിന്റെ 1 കോടി രൂപയുടെ ഷെയർ വിറ്റു. അത് അപ്പോഴത്തേനും അങ്ങ് വലിയ ഏതാണ്ടൊരു ഒരു കനകെട്ട പോലെ. 1 കോടി രൂപ തന്നു ആ മോൻസൺ പാവുങ്കലിന് അവിടുന്ന് കേരളക്കാരൻ. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. പ്രസാദ് വേങ്ങരയിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ പ്രസാദ്? അതെ അതെ. ശ്രീ പ്രസാദിന് എന്ത് തോന്നുന്നു? ഈ ഫോട്ടോ വെച്ച് ഭാര്യയുടെ ഫോട്ടോവും അതുപോലെ രാജീവ് ചന്ദ്രശേഖറുമായിരിക്കുന്ന ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്ത് ഇതുപോലെ പ്രചരിപ്പിച്ചു എന്നൊക്കെയുള്ള ഒരു ആരോപണമാണ് പിന്നെ EP ജയരാജൻ ഉന്നയിക്കുന്നത്.
ഇ.പി. ജയരാജനെ ലക്ഷ്യമിട്ട് അങ്ങനെ നീങ്ങിയതാണോ അതോ ഇത് സ്വാഭാവികമായ പ്രതികരണങ്ങളാണോ? അതില് എനിക്ക് പറയാനുള്ളത് ഇ.പി. ജയരാജന് ഒരു കയറ് കെട്ടി വെച്ച് ഈ ഇവിടെയുള്ള ഈ ചാനലുകാരെല്ലാവരും കൂടി ഒരു പത്തരിൽ മുളക് പുരട്ടിയിട്ട് അയാളെ ചന്തി അടിച്ചു പൊളിക്കണം. അത്ര വൃത്തികെട്ട കാര്യല്ലേ അയാളെ ഭാര്യനെ വെച്ച് ഇങ്ങനെ മോർഫ് ചെയ്ത ഒരു ടീമിനെ ആളുകളെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഈ ചാനലുകാരെല്ലാരും കൂടി ഇരുന്ന് ചെയ്യണത്. ഇ.പി. ജയരാജനാണ് അടിക്കേണ്ടത്. കാരണം ഇ.പി. ജയരാജനാണ് തെറ്റ് ചെയ്തത്. ഇത്ര മോർഫ് ചെയ്ത് സ്ത്രീകളുടെ ഫോട്ടോ തലയ്ക്ക് വെട്ടി മാറ്റി വെച്ചിട്ട് ഇവിടെ മോർഫ് ചെയ്ത് നടക്കുന്ന ആളുകളൊക്കെ വെള്ള പൂശിയിട്ട് ഈ എന്തോ ഒരു കമ്പനിയിൽ ഷെയർ എടുത്തതിന്റെ ഒരു അതിന്റെ കാര്യം വെച്ച് പൊലിപ്പിച്ച് ഇ.പി. ജയരാജൻ കുറ്റക്കാരന് ഇ.പി. ജയരാജന്റെ അവര് തമ്മിലൊരു കരാർ ഉണ്ടായിരുന്നില്ല, അവര് സ്ഥാപനം ഏറ്റെടുത്തില്ലേ? അവര് തമ്മിൽ കരാറുണ്ട്. ഒരു ചാനലിൽ വന്നിട്ട് വി.ഡി. സതീശനെതിരെ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വീഡിയോ ഇവിടെ വൈറലല്ലായിരുന്നോ? അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റുമോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശനെ കുറിച്ചിട്ട്? ആ വീഡിയോ ഇവിടെ വൈറൽ. വി.ഡി. സതീശനെതിരെ ഇ.പി. ജയരാജൻ വലിയ ആരോപണങ്ങൾ. ഒരു മിനിറ്റ്, ആരെങ്കിലും ഒരാള് ഒരു ചാനൽ ചർച്ച ചെയ്യുകയോ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്തോ? അല്ല, അത് ഇതിലൊരു കാര്യം ആരെങ്കിലും കുറിച്ച് വിളിച്ചു പറയുന്നതല്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആളുകൾ പ്രതികരണങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞു വി.ഡി. സതീശനെതിരെ ഒരു ആരോപണം, അദ്ദേഹത്തിന് പറ്റിയുള്ള ആ ആരോപണം എല്ലാ ചാനലുകളും കൊടുത്തു. പുനർജനി പദ്ധതിയെ പറ്റി അങ്ങനെ അല്ലാതെ എനിക്ക് പുനർജനി പദ്ധതിയെ കുറിച്ചിട്ട് ഈ ആരോപണങ്ങൾ ഇവിടെ നിലനിന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ എന്ത് ചർച്ചകൾ ചെയ്തത്? എവിടെ നിങ്ങൾ ചർച്ച ചെയ്തത്? നിങ്ങൾക്ക് ഇപ്പൊ ഇ.പി. ജയരാജന്റെ എന്റെ ശ്രീ പ്രസാദ്, അങ്ങക്ക് വല്ലാത്ത തെറ്റുപറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങ് ഇത് കാണുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ വാച്ച് ചെയ്യണ ഒരാൾ എന്നാൽ അങ്ങ് ഇത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് അല്ല നിൽക്കൂ. ഈ ടീമായി വന്ന് മാറിയിട്ട് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് നിങ്ങൾ ചെയ്തോന്ന്. അല്ല, എന്താ എനിക്ക് മനസ്സിലായില്ല. സംഘപരിവാറിന്റെ ബി ടീമാണോ ഞങ്ങൾ? എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് അതന്നല്ലേ നിങ്ങളെ ന്യൂസ് ചാനൽ ന്യൂസ് 18 വന്നുകൊണ്ട് ഞങ്ങൾ സംഘപരിവാറിന്റെ ബി ടീം ആകുമെങ്കിൽ താങ്കളെ പോലെ ഒരാൾ ഈ ചാനൽ കാണുമോ? അത് കാണുന്നു എന്നതിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. നിങ്ങളിതിൽ വേവലാതിപ്പെടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാ. നിങ്ങളെ കുറിച്ച് ആളുകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് നിങ്ങൾ പിന്നെ മറുപടി പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുത്തിയല്ലേ മറുപടി പറഞ്ഞത്? മാധ്യമങ്ങൾക്ക് മുന്നിലല്ലേ ഇ.പി. മറുപടി പറഞ്ഞ്? ആ മറുപടി അതുപോലെ കൊടുക്കുകയല്ലേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഈ വൈദേഹം റിസോർട്ടിനെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ വൈദേഹം റിസോർട്ടിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഇ.പി. ജയരാജൻ പറയുമ്പോൾ ഞങ്ങൾ അത് കൊടുത്തു എന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിന്റെ വ്യക്തമായ കഥകളൊക്കെ എല്ലാം കൃത്യമായിട്ട് അതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ മനസ്സിലാക്കേണ്ടത്? ആ ഭാര്യയുടെ പേരിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഷെയർ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ പിൻവലിക്കല്ല, അത് വിൽക്കാൻ തയ്യാറാണെന്നാണ്. അപ്പൊ ഷെയർ ഉണ്ട്. ഒരു മിനിറ്റ് ഷെയർ ഒന്നും രണ്ടുമല്ല, 9199 ഷെയറുകളുണ്ട്. 81.99 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. മകന്റെ പേരിൽ 10 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. ഇത് ഞങ്ങളല്ല. ഇത് എങ്ങനെയാ അല്ല എന്റെ പൊന്നു സുഹൃത്തെ, അത് തർക്കിക്കാരാണെങ്കിൽ നമുക്കങ്ങ് തുടങ്ങാം. താങ്കൾ എവിടുന്ന ഈ വിഷയം ഉയർന്നു വന്നത്? ഇത് ന്യൂസ് 18 ചാനലിലെ മനു ഭാരതാണോ ഈ വിഷയം പൊക്കിക്കൊണ്ടുവന്നത്? അല്ല, ഒരു മിനിറ്റ് നിൽക്കൂ, കേൾക്കൂ. ഈ വിഷയം പൊക്കിക്കൊണ്ടുവന്നത് ആരാ? ഈ വിഷയം പൊക്കിക്കൊണ്ടുവന്നത് പി. ജയരാജനല്ലേ? പി. ജയരാജനല്ലേ ഈ വിഷയം? നിൽക്കൂ, ഇതിന് മറുപടി പറയൂ. അല്ല, ഞാൻ ചോദിക്കും, നിങ്ങളെങ്കിലും തൊള്ളേ തോന്നുന്നു. ഇതിന് ഈ പ്രശ്നം ഉയർത്തിയത് ആരാ? ഞങ്ങളാണോ? ഒരു ചാനലിൽ ഞങ്ങളാണോ ഈ പ്രശ്നം ഉയർത്തിയത്? ഉച്ചിഷ്ടം വാരി വിഴുങ്ങിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും ഉച്ചിഷ്ടമൊന്നും വാരി വിഴുകണ്ട. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ നേതാക്കളോട് ചെന്ന് ചോദിക്കണം. ഇങ്ങനെ തട്ടിയെടുത്തതും അങ്ങനെയുള്ള ആരോപണങ്ങളുടെ ഈ പണം എങ്ങനെ വന്നെന്ന് നിങ്ങൾ ചെന്ന് ചോദിക്കണം. ഞങ്ങൾക്ക് ആരുടെയും ഉച്ചിഷ്ടം വേണ്ട. ഏതായാലും നിങ്ങളുടെ ഉച്ചിഷ്ടവും കഴിക്കാൻ ഞങ്ങൾ വരില്ല. ഒരു ടെലിവിഷൻ ചാനലിൽ വിളിച്ച് തോന്നിയതൊക്കെ പറയാം എന്നത് നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ചത്? നിങ്ങൾ എന്താണ് നിങ്ങൾ ധരിച്ചത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ തെറി പറഞ്ഞാൽ ഞങ്ങൾ ഭീഷണിപ്പെട്ടോ ഓടിപ്പോകുമെന്നാണോ നിങ്ങൾ ധരിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് മറുത്തു പറയാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ അങ്ങ് ഭയപ്പെടുത്തിയാൽ അങ്ങ് ഭയപ്പെട്ട് ഓടിപ്പോകുന്നവരാണ് ഞങ്ങളെന്നോ? നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ എന്ത് വിഷയം? ആ വിഷയം പറയൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു വിഷയം പറയൂ.
നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഒരുപാട് ആളുകൾ നിങ്ങളോട് ഈ ചാനലിൽ ഒരു ചാൻസ് കിട്ടിയാൽ ഇതുപോലെ വിളിച്ചു പറയാൻ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളായി ഒരാളായി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഇനി നിങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയുന്നത്? ഏത്? ഈ മോർഫ് ചെയ്ത ആളെ ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി നിർത്താൻ മോർഫ് ചെയ്ത ആളെ മോർഫ് ചെയ്തു എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ മോർഫ് ചെയ്ത ആള് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ്? അങ്ങനെ ഒരാൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഞങ്ങളാണോ? കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പതുക്കെ മതി. ഞങ്ങൾ ആദ്യം നടപടിയെടുക്കണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും. ഞങ്ങൾ കോൺഗ്രസിന്റെ അച്ചാരമൊന്നും വായിക്കാതെ തന്നെ ഒരു ചാനൽ നടത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ള സംവിധാനമാണ്. അല്ല, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഒരു അച്ചാരം വാങ്ങിക്കാതെയോ CPM-ന്റെ കയ്യിൽ നിന്ന് ഒരു അച്ചാരം വാങ്ങിക്കാതെയോ ഇത് നടത്താൻ കഴിയുന്നവരാ. അതിനൊന്നും നിങ്ങളുടെ ഓരോ ഒത്താശയും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ 81.99 ലക്ഷം രൂപ കിട്ടിയത് എവിടെ നിന്നാണ്? അതിനെക്കുറിച്ചൊന്ന് മറുപടി പറയാമോ? അതിനെക്കുറിച്ച് മറുപടി പറയാമോ? ഞങ്ങൾ ആരുടെയെങ്കിലും കൈകളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പോലീസ് ഉണ്ടല്ലോ, അന്വേഷിച്ച് കണ്ടെത്തണം. നിങ്ങൾ ഈ പറയുന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? ഞാൻ ആർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഏതായാലും താങ്കളുടെ ഒരു ഉപദേശമൊന്നും മാധ്യമപ്രവർത്തനം എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമില്ല. 1000 കോടിയുടെ എന്തെങ്കിലും അഴിമതി ആരാ ചെയ്തതെന്നും ഏതു തരത്തിലാണ് ഇതിൽ ആർക്കൊക്കെയാണ് മാസപ്പടി കിട്ടിയതെന്നും ഒക്കെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങളുടെ പേരില്ല. ആദ്യം ചെന്ന് മാസപ്പടി വാങ്ങിച്ചവരോട് ചെന്ന് ചോദിക്കണം, പിൻവാതിൽ നിയമനം നടത്തിയവരോട് ചോദിക്കണം, കൊലപാതകങ്ങളെ ന്യായീകരിച്ചവരോട് ചോദിക്കണം, കൊലപാതകങ്ങൾക്ക് ശേഷം ആ കൊലയാളികൾക്ക് വേണ്ടി കല്യാണം അറേഞ്ച് ചെയ്തവരെ കുറിച്ചും അവരെ ജയിലിൽ കൊണ്ടുപോയി അവർക്ക് അവിടെ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയവരോടും ചെന്ന് ചോദിക്കണം എന്താണ് നടന്നതെന്ന്. അല്ലാതെ ഞങ്ങളുടെ നേരെ വന്ന് കുതിര കയറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. തന്നെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പ്രചാരണ